गुडली, ओ गुडली। हाँ बुआ। हाँ है ये लड़की। अभी आएगी। क्या बात है बुआ? अरे लड़कियां वैसे पटपट बोलना, दमदम चलना अच्छी नहीं है। क्यों? अरे लोग तेरे माँ को ही बोलेंगे, कहेंगे कुछ सिखाया ही नहीं है, और ऐसे भी करेंगे अपने घर जाकर। अपना घर? यही तो मेरा घर है, जहाँ मैं पैदा हुई। अरे बेवकूफ, ये तो पराया घर है। तू भी हर लड़की की तरह पराये धन है। तुम भी ससुराल जाना पड़ेगा, ससुराल ही तुम्हारा घर होगा। देख, पैदा तो मैं भी इसी घर में हुई, लेकिन अब तेरे फूफा जी का घर ही मेरा घर है, समझी? ഗുഡ്ലി തോ പരായി ഹേ എന്ന കഹാനിയിലെ ഒരു ചെറിയൊരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ഗുഡ്ലിയും ബുവയും തമ്മിലുള്ള ഒരു സംഭാഷണം. ഈ സംഭാഷണം എന്നാണ് ഈ പാഠഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. എന്താണ് ഈ പാഠഭാഗം നമുക്ക് തരുന്ന മെസ്സേജ്? നമ്മൾ ഒരു സമത്വമില്ലായ്മ നമ്മുടെ സൊസൈറ്റിയിലാകട്ടെ, വീട്ടിൽ നിന്നാകട്ടെ, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഈ ഒരു പാഠഭാഗം നമുക്ക് പറഞ്ഞു തരുന്നത് അതാണ്. വീട്ടിൽ നിന്ന് തന്നെയാണ് സ്ത്രീകൾക്കെതിരെയുള്ള ആ സമത്വമില്ലായ്മ തുടങ്ങുന്നത്. ഇവിടെ ഗുഡ്ലി പറയാണ്, എനിക്ക് ബുവയെ ഇഷ്ടമാണ്, പക്ഷേ ഉപദേശങ്ങൾ മാത്രം എനിക്കിഷ്ടമല്ല. എന്താ ഉപദേശം? നീ പെൺകുട്ടി ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യരുത്, പെൺകുട്ടി ആയതുകൊണ്ട് സംസാരിക്കരുത്, ഇങ്ങനെ നടക്കരുത്, ഇങ്ങനെ എല്ലാ കാര്യത്തിലും പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് ചില ചിട്ടകൾ അല്ലേ, പല വീടുകളിലും കേൾക്കുന്നത് തന്നെയാണിത്. അങ്ങനെ ഇവിടെ ഗുഡ്ലി പറയാണ്, ഒരിക്കൽ അമ്മായിയോട് തിരിച്ചു ചോദിച്ചു എന്തുകൊണ്ട് എന്ന്. ആ എന്തുകൊണ്ട് എന്ന ചോദ്യം കേട്ടതോടുകൂടി തിരിച്ചു വന്ന മറുപടി ഗുഡ്ലിയെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിരുന്നു. എന്താന്ന് വെച്ചാൽ, നിന്റെ വീട്ടിൽ പോയാലും ഇങ്ങനെ തന്നെയാണോ ചെയ്യുക? അവിടെയാണ് ഗുഡ്ലി ചോദിക്കുന്നത്, എൻ്റെ വീടോ? ഞാൻ ഇവിടെയല്ലേ ജനിച്ചത്. അപ്പോൾ അമ്മായി പറയുന്ന മറുപടി എന്താണ്? എൻ്റെ വീട്, നിന്റെ വീടെന്ന് പറഞ്ഞാൽ നിന്റെ ഭർത്താവിൻ്റെ വീടാണ്. ജനിക്കാൻ ഞാനും ഇതേ വീട്ടിൽ തന്നെ ജനിച്ചത്, പക്ഷേ എൻ്റെ വീടെന്ന് പറയുന്നത് ഇപ്പോൾ എവിടെയാണ്? ആ ബുവയുടെ ഭർത്താവിൻ്റെ വീടാണ്. എന്നാൽ അമ്മയാകട്ടെ ഇതിനെ ശരിവെക്കുന്നതായിരുന്നു അമ്മയുടെ മറുപടി. അതായിരുന്നു ഗുഡ്ലിയെ ഏറ്റവും കൂടുതൽ വേദനപ്പെടുത്തുന്നത്. ബുവയുടെ ഒരു ശീലമേ ഇതാണ്. പക്ഷേ അമ്മ കൂടി ബുവയുടെ വാക്കുകൾക്ക് സമ്മതം മൂളിയപ്പോൾ ഗുഡ്ലി ആകെ തകർന്നു പോയി. ഇതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് അമ്മ വന്ന് ഗുഡ്ലിയോട് പറയുന്നത്, നാളെയെക്കുറിച്ച് ഓർത്ത് ഇന്നത്തെ സന്തോഷം എന്തിന് കളയണം? ഇത് കൂടുതൽ ദുഃഖപ്പെടുത്തുന്നതായിരുന്നു ഗുഡ്ലിക്ക്. അപ്പോഴാണ് ഗുഡ്ലി ചില കാര്യങ്ങളൊക്കെ ഓർത്തത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ചേച്ചിയുടെ വിവാഹ സമയത്ത് കാർഡ് പ്രിന്റ് ചെയ്ത് വന്നപ്പോൾ അതിൽ തൻ്റെ പേര് മാത്രമില്ല, വീട്ടിലെ ചേട്ടൻ്റെ സംസാരിക്കാനാകാത്ത ചെറിയൊരു കുട്ടിയായ ആൺകുട്ടിയായതുകൊണ്ട് അവൻ്റെ പേര് വരെ ഉണ്ടായിരുന്നു. പക്ഷേ പെൺകുട്ടി ആയതുകൊണ്ട് നിന്റെ പേര് ഇതിൽ പ്രിന്റ് ചെയ്യില്ല എന്നായിരുന്നു പലരും ഗുഡ്ലിക്ക് കൊടുത്ത മറുപടി. അവിടെ താവൂജി, നമ്മൾ ഈ പാഠഭാഗത്ത് പ്രത്യേകം നിങ്ങൾ ഓർക്കണം, താവൂജി എന്ന് പറഞ്ഞാൽ വല്യച്ഛനാണ്. താവൂജിയെ കണ്ട് ഈ പരാതി പറയാൻ പോയ ഗുഡ്ലിക്ക് കേട്ടത് പെൺകുട്ടികളുടെ പേര് കാർഡിൽ പ്രിന്റ് ചെയ്യില്ല എന്ന മറുപടിയായിരുന്നു. ഇതിൽ നിന്നൊക്കെ ഗുഡ്ലി ഒരുപാട് നേരം ഈ വിഷമങ്ങളെയൊക്കെ വെച്ച് ഇങ്ങനെ ചിന്തിച്ചു. ചേച്ചിയുടെ വിവാഹവും ചേട്ടൻ്റെ വിവാഹവും കഴിഞ്ഞപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ലൈഫിൽ വന്ന വ്യത്യാസങ്ങളെക്കുറിച്ചാണ് ഗുഡ്ലി പിന്നീട് ചിന്തിക്കുന്നത്. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു, ചേച്ചി പെട്ടെന്ന് ആളാകെ മാറി. കഥയും പൊട്ടിച്ചിരിയും ആ ഒരു തമാശ പറച്ചിലുകളും ഒക്കെ ചേച്ചിയിൽ നിന്ന് അകന്നുപോയി. പക്ഷെ ചേട്ടനാകട്ടെ ഇപ്പോഴും സുഹൃത്തുക്കളെ കാണുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. ചേച്ചി വലിയൊരാളായിപ്പോയി, തന്നിൽ നിന്ന് അകന്നുപോയി എന്നൊക്കെ ഗുഡ്ലി ചിന്തിക്കുന്നു. അങ്ങനെ അന്നത്തെ രാത്രി ഒരുപാട് വിഷമിച്ചുറങ്ങിയ ഗുഡ്ലി പിറ്റേ ദിവസം ഒരു തീരുമാനത്തോടു കൂടി പുറത്തേക്ക് വരികയാണ്. വീട്ടിൽ നിന്ന് പലരും പല ജോലികളും ഗുഡ്ലിയെ ഏൽപ്പിക്കുകയാണ്. ഗാർഡനിൽ പോയിട്ട് ചെടി നനയ്ക്കാനും മീനുകൾക്ക് തീറ്റ നൽകാനും അവിടുത്തെ നായക്കുട്ടിക്ക് ഭക്ഷണം നൽകാനും ഒക്കെ പറയുമ്പോൾ ഗുഡ്ലി നൽകുന്ന മറുപടി ഇതാണ്, ഇത് എൻ്റെ വീടല്ല, ഞാൻ ഇവിടെ ഒരു വിരുന്നുകാരിയാണ്. വിരുന്നുകാരിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് മോശമല്ലേ? പിന്നെ ചേട്ടന് ഗുഡ്ലി ഒരു കാര്യം കൂടി കൊടുക്കുന്നു, ചേട്ടാ ഇതൊക്കെ നിന്റേതാണ്, കാരണം നീ ആൺകുട്ടിയാണ്. അപ്പൊ നീ തന്നെ ഈ മീനുകളെയും ഈ വീട്ടിലെ പെറ്റിനെയും ഒക്കെ പരിപാലിക്കുന്നതായിരിക്കും നന്നാകുക എന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ്ലി സ്കൂളിലേക്ക് ബാഗും ടിഫിനും എടുത്തു പോകുന്നു. ഈ കഹാനിയിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. ഗുഡ്ലി ആദ്യമൊക്കെ ഈ വാക്കുകളെ ഓർത്ത് വിഷമിച്ചെങ്കിലും പിന്നീട് ഗുഡ്ലി നല്ലൊരു തീരുമാനം എടുത്തു, ഇതിനെതിരെയൊക്കെ ഞാൻ പ്രതികരിച്ചുകൊണ്ട് ജീവിക്കുമെന്ന്. അത് തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത്. ഇതൊക്കെ പലയിടത്തും പലർക്കും കേൾക്കേണ്ടതും കാണേണ്ടതുമായിട്ട് വരും. അപ്പോഴൊക്കെ നിങ്ങളും നിങ്ങളെ മനസ്സിലാക്കുക, വിഷമിച്ചിരിക്കുകയല്ല, ഇതിനൊക്കെ എതിരെ പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്ന്.